കനക ആ തെരുവ് പറമ്പിലെ സ്ട്രീറ്റ് ലൈറ്റ് കത്തല്ലാന്ന് പറഞ്ഞിട്ടേ മെമ്പർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് ഏയുടെ അടുത്ത്. ഇന്ന് ശരിയാക്കണമെന്നാ പറയണം. അവനോടൊക്കെ പോകാൻ പറ. ഇഷ്ടം പറയുമ്പോഴേക്കും അങ്ങ് ചെന്ന് ശരിയാക്കാന്ന്. അല്ല അത് അല്ലേ ആകെ പ്രശ്നം ഉണ്ടാകും. അതേ കുറച്ച് കഴിഞ്ഞിട്ട് മതി, വേറെയും പണികളുണ്ടല്ലോ. വൈകുന്നേരത്തെ അവർക്ക് കത്തിയാ പോരെ? കത്തിയാ മതി, വൈകിട്ട് കത്തണത്. അപ്പോഴേക്ക് നമുക്ക് കത്തിക്കാം. ഈ ട്യൂബൊക്കെ പോയിരിക്കേണ്ട, കുറച്ച് ട്യൂബ് എടുക്കണേ സ്റ്റോർ ചെയ്യുന്നു. ഇത് എല്ലാം പോയതാണ്. ഹലോ, അതെ KCB എങ്ങനെയാണ്? എന്താ നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങളുടെ പേരൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങളെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി. അഭയനോ? ഏതഭയൻ? 10ാം ക്ലാസ്സില് നമ്മൾ ഒരുമിച്ച് അയ്യോ ആ അഭയനാണോ? എടേ നീ ഗൾഫിലല്ലേ? എന്ന് വന്നു? എന്നാ നീ ഒരു കാര്യം ഇങ്ങോട്ട് പോരെ, ഞാനിവിടെ ഓഫീസിലുണ്ട്. വീട്ടിലേക്ക് പോയോ? ശരി ശരി, ഞാൻ വരാം. ഓക്കെ. ആകെ പ്രശ്നമായി. എന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ലതല്ലേ ഇങ്ങോട്ട് വരാൻ പറ. നല്ലതൊന്നുമല്ല, അവ എന്നെ കാണാനെന്നുള്ള വ്യാജേന എന്റെ അളിയനെ കാണാൻ വേണ്ടി വരുന്നതാണ്. എന്താ കാര്യം? എടാ അവര് തമ്മിൽ ചെറുപ്പത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി വരിക എന്നുള്ളത് എനിക്ക് അന്നാ വിട്ട് വേണോ? അത് 2 കിട്ടട്ടെ. അവണ്ട് ക്ലീറ്റസിന്റെ അല്ലേ? ക്ലീറ്റസ് കിട്ടട്ടെ 2. നീ ഇടപെടണ്ടായില്ല, പോകണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെടാ? എന്റെ അളിയനല്ലേ അവൻ. അത് പറഞ്ഞിട്ട് എന്താ, ഇവന്റെ കയ്യിലിരിപ്പോണ്ട് കിട്ടണല്ലേ? അത് കിട്ടും, അവന്റെ സ്വഭാവം അതാണ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. എടാ അതിനിപ്പോ ഓടേണ്ട, നീ ആ ഫോണിൽ വിളിച്ചിട്ട് അവനോട് മാറി എന്നോളാൻ പറഞ്ഞാ പോരെ? അത് ശരിയാണ്. വേറെ അളിയൻ കിളിയെന്നൊക്കെ പറഞ്ഞുള്ള പണികളല്ലേട്ടാ. ദിവസം ഇത് തന്നെ കൃഷിയാണ്. ഓഫാണ്. ഈ ബന്ധപ്പൻ എന്തിനാണ് ഫോണ്? അവന് വിധിച്ചതാണ്, ഇത് പണി നടക്കുന്നു. വേണ്ട അതെ പോയിട്ട് വാ ചെല്ലി. അത് പുള്ളി എത്തുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ എത്താം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കാം. ജമ്പറിന്റെ പണിക്ക് നീ തന്നെ വേണം. ഞാൻ വരാം. ആ സമയത്ത് ഞാൻ എത്തും. ചെല്ലി നീ ഒന്ന് മാനേജ് ചെയ്തോളാം. അത് വന്ന ഒന്നും പറയണ്ട, നമ്മൾ ഒരുമിച്ച്. നീ പോയിട്ട് വേണം എന്നെ പണി പഠിപ്പിക്കും. പണി ചേട്ടാ എത്രയായിരുന്നു? 50. എത്ര? 50 രൂപ. അപ്പൊ ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് പിടി കിട്ടി. ബാക്കി ഹലോ. കനക, എന്താ എവിടെ എത്തി? ഞാൻ ആ ഇറക്കം ഇറങ്ങി വരുമ്പോ 2 കിലോ കെട്ടണം. അതിന്റെ തൊട്ട് തെക്കേ വീട്, ഓടിച്ച വീട്. വീടിന്റെ മുമ്പിൽ വന്നല്ലേ? അതിന്റെ ഫ്രണ്ട് ഇരിക്കുക. ഇത് 62-1 ശ്രീചിത്ര നഗർ. 62-1 അതിന്റെ ഫ്രണ്ടിലാ നിൽക്കുന്നത്. നീ ഇവിടെ നിൽക്കുന്നു. നന്നായി ഞാൻ കട്ട് ചെയ്തോ ഫോൺ കട്ട് ചെയ്തോ. എത്തി ഞാൻ എത്തി. എത്ര കാലം അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കണ്ടല്ലേ? അതെ എന്നെ എന്തിട്ട് ഇട്ട് കറക്കുന്നേ? ചുമ്മാ നീ എന്നെ ഒരുപാട് കറക്കിയതല്ലേ? തലയായിരുന്നു. അല്ല വന്നേ പറയട്ടെ, പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും സത്യം പറയാൻ എപ്പോഴും ഓർക്കും നിന്നെ. എന്താ എങ്ങനെയുണ്ട് ഗൾഫിൽ? എങ്ങനെയുണ്ട്? ഗൾഫിലൊക്കെ സുഖമായിട്ട് അതെല്ലേ? നല്ല മണം. അതെ, അവിടുത്തെ പെർഫ്യൂമാ. എനിക്ക് തരണേ. എന്തിനാ ഇട്ട് കറക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അകത്തിൽ സംസാരിക്കാം. അല്ല നമുക്ക് ഇവിടെ ഇരിക്കാം. അത് വേണ്ട. അല്ല ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ. അല്ല ഇത് ഓടിട്ട വീടല്ലേ, ഇതിനകത്ത് ഭയങ്കര തണുപ്പല്ലേ? അല്ല ഞാനിപ്പോ അവിടെ AC-ലാ ഫുൾ ടൈം. നീ വന്നിട്ട് പുറത്തു വന്നാ എങ്ങനെയാ? അതോട്ട് വാ. നിനക്കെന്താ ഒരു വെപ്രാളം? എന്ത് വെപ്രാളം? ഒന്നുമില്ലെന്ന്.
അതെ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോന്നിട്ടേ അവിടെ ഒരുപാട് ജോലികൾ കിടക്കുകയാണ്. അതിന്റെ ഒരു ഇതാണ്. ഇത് സ്വന്തം വീടല്ലേ? ഓ സ്വന്തം വീട് പഴയത്. ആ ഇപ്പൊ പഠിക്കുന്ന സമയത്ത് നീ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ വന്നിട്ടില്ല. ഇല്ലേ? ഇല്ല വീട്ടിൽ വന്നിട്ടില്ല. അത് ശരി. എന്നിട്ട് പറ എന്തൊക്കെയാണ് ഗൾഫിലെ വിശേഷം? ഓ എന്താ ചെയ്യാനാ, അവിടെയൊക്കെ ഇങ്ങനെ ബിസിനസ് ഒക്കെ ആയിട്ട് കഴിയുന്നു. എന്ത് ബിസിനസ്? എനിക്ക് ഹോട്ടലാ അവിടെ. ഹോട്ടലാണോ? ആ പിന്നെ എന്ത് കിട്ടും? സ്വന്തമായിട്ട്. എന്ത് കിട്ടും? അതൊരു ദിവസമൊക്കെ 1000 ഒക്കെ കിട്ടും. 1000 രൂപയോ? അയ്യോ ഇവിടെ തേപ്പ് പണിക്ക് പോയാൽ കിട്ടുമല്ലോ 1000 രൂപ. എന്നാ പിന്നെ ആ പണിക്ക് പോയാൽ പോരെ. ഇതൊക്കെ ഇട്ട് എറിഞ്ഞിട്ട് ഗൾഫ് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. 1000 ദിർഹംസ്. ദിർഹംസ് എത്ര രൂപ വരും? എന്ന് വെച്ചാൽ 18000 ഇന്ത്യൻ രൂപ. 18000 രൂപയോ? ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടും. 25 കിട്ടും, 30 കിട്ടും ഒരു ദിവസം. ആണോ? പിന്നെ ഒരു ദിവസം 25000 രൂപ കിട്ടും. ഓ അപ്പൊ ഒരു മാസം സംഖ്യ കാണുമല്ലോ. ഞാനിവിടെ രാവും പകരം ഈ പോസ്റ്റിന്റെ മുകളിൽ കയറി ഇറങ്ങിയ എനിക്ക് കിട്ടാൻ പോണ 27000 സംതിങ് ആണ്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്ത് രാജിവെച്ചിട്ട് അങ്ങ് വാ, ഗൾഫിന് വാ. ഓ ഞാൻ നിനക്ക് ജോലി തരാം. ഒന്നും ശരിയാവില്ലെന്നേ. പിന്നെ നിനക്ക് ഞാൻ ജോലി തരാമെന്ന്. എന്ത് ജോലി തരും? എന്റെ ഹോട്ടലിൽ ജോലി തരും. എന്ത് ജോലി? പാത്രം കഴിവല്ലേ. എന്താ ചിരിക്കുന്നത്? നമുക്കതൊന്നും ശരിയാവില്ലപ്പാ. ഞാനിവിടെ ഭാര്യ അമ്മയൊക്കെ വിട്ടിട്ട് ഗൾഫിലേക്ക് വരണ്ടേ. അയ്യോ പറഞ്ഞപ്പോഴാ നിന്റെ ഭാര്യയും പിള്ളേരൊക്കെ വിളി. എല്ലാവരും ഉണ്ട്. ജമന്തി ജമന്തി. പിള്ളേരോ? പിള്ളേരൊന്നും ആയില്ല, കുട്ടികളായില്ല. അമ്മയുണ്ടോ? അമ്മയുണ്ട്. അച്ഛനോ? അച്ഛൻ്റെ പടവായി. പട്ടാളത്തിലായിരുന്നു ഹവിൽദാർ. അത് ശരി. നിന്റെ അതേ ചായ. പിന്നെ അയ്യോ പറഞ്ഞു വന്നപ്പോൾ നിന്റെ ഒരു പെങ്ങളുണ്ടായിരുന്നല്ലോ, നമ്മുടെ ജൂനിയറായിട്ട് അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കറുത്തത്. അവള് കല്യാണം കഴിഞ്ഞ് പോയല്ലോ. ആണോ? കല്യാണം കഴിഞ്ഞ് പോയി. ആണോ? അത്രയ്ക്ക് പ്രായമായോ? നമുക്ക് എന്ത് പ്രായമായി? ശരി, അന്ന് നമ്മളായിട്ട് 1-2 വയസ്സിന് എളുപ്പമല്ലോ. പിന്നെ ആരായിരുന്നു? പിന്നെ നമ്മുടെ പപ്പടം ഷാജി. അയ്യോ പപ്പടമൊന്നും ഇപ്പൊ വിളിക്കാൻ പറ്റില്ല, ഭയങ്കര മുതലാളിയാ. പപ്പടത്തിന്റെ ബിസിനസ്. ഓ പപ്പടം ഷാജി. പപ്പടത്തിന്റെ അല്ല, അവൻ പിന്നെ ഫർണിച്ചർ. പപ്പടത്തിന്റെ അത് വീട്ടിലുള്ള പാരമ്പര്യ ഇതല്ലേ, അതൊക്കെ വിട്ട്. പിന്നെ ഒരു ക്ലീറ്റസ് ഉണ്ടായിരുന്നു. ക്ലീറ്റസോ? നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച ക്ലീറ്റസ്. നിന്റെ അടുത്ത കൂട്ടുകാരൻ ക്ലീറ്റസ്. ക്ലീറ്റസോ? അത് ക്ലീറ്റസ് അല്ല, അത് ടൈറ്റസാ. ടൈറ്റസ് ഒന്നുമല്ല, ക്ലീറ്റസ്. നിനക്കറിയാം? ക്ലീറ്റസ് അല്ല, അത് ടൈറ്റസ് ആണ്. ടൈറ്റസ്. ക്ലീറ്റസ് നീ മറന്നുപോയി കാണും, പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. എന്റെ കൈ നോക്കി, 12 കുത്തിക്കെട്ടാ. കോമ്പസിന് കുത്തി വലിച്ചതാ. അത് നിനക്കും അറിയാവുന്നതാണല്ലോ. അതൊക്കെ മറന്നു കളാന്നേ. അവനെവിടാ? അല്ല നിനക്ക് സത്യഭാമനെ ഓർമ്മയില്ലേ? സത്യഭാമ വെളുത്ത സുന്ദരി. അവളെ കാണാറുണ്ട്. അവളെ ഇടയ്ക്ക് കാണാറുണ്ട്, വിളിക്കാറുണ്ട്. ആണോ? ഓ അന്ന് എനിക്ക് അവള് 3-4 ലവ് ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. അത് നിനക്ക് മാത്രമല്ല വേറെ കുറെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവളിപ്പോ എവിടെ? കല്യാണം കഴിഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് അവള് ബില്ലടയ്ക്കാൻ, കറണ്ടിന്റെ ബില്ലടയ്ക്കാൻ വേണ്ടിട്ട് അവിടെ KSB വരും. അപ്പൊ കുറച്ചേരൊക്കെ ഇത് സംസാരിക്കും. നിന്നെ ചോദിച്ചു 2 പ്രാവശ്യം. വിളിക്കൂ. പോവാൻ നേരം മൊബൈൽ നമ്പർ. നമ്പരൊക്കെ തരാം. ക്ലീറ്റസിന്റെ കാര്യം നീ ഒന്നും പറഞ്ഞില്ല. നീ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ക്ലീറ്റസ്, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ക്ലീറ്റസ്, അലബലാദി ക്ലീറ്റസ്. ആ ക്ലീറ്റസ് ചത്തുപോയി. അവൻ ചത്തുപോയി. ഏത് ക്ലീറ്റസ്? നീ പറയുന്ന ക്ലീറ്റസ്. അല്ല, നീ ഏത് ക്ലീറ്റസിന്റെ കാര്യം പറയുന്നേ? നീ പറയുന്ന ക്ലീറ്റസ് തന്നെ. അവൻ ചത്തുപോയല്ലേ? എങ്ങനെ ചത്തുപോയി? അവൻ മറ്റേ പ്ലാവിന്റെ മുകളിൽ കയറിയതാ. എന്നിട്ട് തേങ്ങടാൻ വേണ്ടി കയറി. അല്ലെന്ന്, ഈ പ്ലാവിന്റെ മുകളിൽ കയറി ചക്കടാൻ വേണ്ടി കയറി. അങ്ങനെ ഇവൻ ആദ്യം വീണു, ചക്കവന്റെ തലയിൽ വീണു. പിന്നെ ഞാനും അറിഞ്ഞില്ലായിരുന്നു. ഞാൻ പിന്നെ ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടാ അറിഞ്ഞത്. തേങ്ങല്ല, ചക്ക വീണ്ട ആള് ചത്തുപോയെന്ന് പറഞ്ഞത്. എനിക്കവനെ കാണണമെന്നുണ്ടായിരുന്നു. അവനെ ഈ അവധിക്കെങ്കിലും കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവനെ എനിക്കൊന്ന് കാണണമായിരുന്നു, പക്ഷെ ചത്തുപോയല്ലോ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാവമായിരുന്നു അല്ലേ ആള്? ഈ പാവമാണെന്നോ? 12 കുത്തിക്കെട്ടായത്. അതൊക്കെ മറക്കുന്നേ ചുമ്മാ. അതൊന്നും മറക്കാൻ പറ്റത്തില്ല. അങ്ങനൊന്നും മറക്കാൻ പറ്റത്തില്ല. അവൻ ചത്തവനാണെങ്കിലും എനിക്ക് അവനോട് ഇപ്പോഴും ദേഷ്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ജമന്തി എത്ര പ്രാവശ്യം വിളിക്കണു? വാ അങ്ങോട്ട്. എനിക്ക് അവിടെ പണിയില്ലേ? ഇതാണ് ഭാര്യ. ഇതാ അഭയൻ.
എന്റെ കൂടെ 10ാം ക്ലാസ് പഠിച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട്? എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെന്ന്. എന്റെ അടുത്ത കൂട്ടുകാരായിരുന്നു, ഇപ്പൊ ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അമ്മയുടെ ആയിരിക്കും പറഞ്ഞേ. അല്ലല്ല, നിന്നോട് തന്നെയാണ്. ചുമ്മാ പോടുന്നു. ആണോ? ഒന്നും ഓർമ്മയില്ലാതെ പറഞ്ഞ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. മറന്നുപോയതായിരിക്കും. ഒന്നിച്ച് പഠിച്ചതാണോ? ആ, ഒരേ ക്ലാസ്സിലായിരുന്നു നിങ്ങള്. അപ്പൊ ഏട്ടന് ഇത്ര പ്രായമുള്ളൂ? ആ, അവൻ ഗൾഫിലാ. ഞാൻ ബോസിന്റെ പണ്ടാലും ആ വ്യത്യാസം കാണും. അത് പിന്നെ ഞാൻ അവിടെ എപ്പോഴും AC-യിലല്ലയോ. എന്തൊരു വ്യത്യാസം. എവിടാ വീട്? ഞാൻ തിരുവിഴ. തിരുവിഴ പോസ്റ്റ് ഓഫീസിന്റെ അതുവരെ എത്തണ്ട, അതിന് കുറച്ച് ഇപ്പറോ വരുന്നില്ലേ? അവിടേക്ക് അറിയാവോ? പിന്നെ എനിക്കറിയാം അവിടെ എല്ലാം. നാട്ടിലെന്ന് വന്നു? ഇപ്പൊ ഒരാഴ്ചയായി വന്നിട്ട്. ഇനി എന്ന് പോവും? അല്ല, അത് ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണല്ലോ. എന്ന് വന്നു, ഇനി എപ്പാ പോവും, അങ്ങനെയൊക്കെ ചോദിക്കുക. 1 മാസം ലീവ് ഉണ്ട്. 1 മാസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതേ ഉള്ളു. അവര് ഭയങ്കര തിരക്കുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും വേണം. അയ്യോ, എനിക്കൊരു തിരക്കുമില്ല, ഇന്ന് ഫ്രീയാ. എന്നാലും കഴിക്കാൻ വേണം. എന്താ കഴിക്കാതെ? ഒരു ദോശം കൂടി തരാം. അയ്യോ, എനിക്കത് മതി. എനിക്ക് ഷുഗറാ. ഷുഗർ ഉണ്ടോ? എന്റെ കരയേട്ടനൊന്നും ഇല്ല. അതൊക്കെ അവരങ്ങ് തീരുമാനിച്ചോളും. ഇവര് ഇന്നുവരെ പരിശോധിച്ചിട്ടില്ലെന്ന്. ഷുഗറും പ്രഷറും ഒക്കെ കാണും. അവന് സൂചി പേടിയാ. പക്ഷെ എന്റെ തങ്കത്തിന് അതില്ല. കഴിഞ്ഞ ആഴ്ച അവിടെ പരിശോധിച്ചു. അയ്യോ, തങ്കത്തിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എവിടാ അവര് കല്യാണം കഴിച്ചു പോയല്ലോ. കല്യാണം കഴിച്ചു. എവിടെ പോയി? ഇവിടെ ഉണ്ട്. അപ്പുറത്തുണ്ട്. ഇത് 2 തട്ടായിട്ടല്ലയോ? ഒരു തട്ടിൽ ഞങ്ങൾ കഴിയുന്നു, ഒരു തട്ടിൽ അവിടെയും കഴിയുന്നു. അങ്ങനെയാണോ? തങ്കത്തിന്റെ കെട്ടുകണ്ടോ പണി? ഒന്നും പറയണ്ട മോനെ. അല്ലറ ഇല്ല രാഷ്ട്രീയവും വണ്ടി കച്ചവടവും പിന്നെ ഒരു ചെറിയ ബ്രോക്കർ പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കഴിയും. നാത്തൂന് തയ്യപ്പണിയൊക്കെ അറിയാം. അതുകൊണ്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എന്തോ ആകാനാ. അല്ല, പിന്നെ ഏട്ടന്റെ ശമ്പളം ഉണ്ടല്ലോ. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും, അതാണ്. എന്നാ പിന്നെ തങ്കത്തിനെ ഒന്ന് വിളി. ഒന്ന് വിളിക്കടാ. ഇല്ലല്ല, അവര് പള്ളി പോയില്ലേ? ഇല്ല, കുറച്ചു മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. ഇല്ലല്ല, രണ്ടുപേരുടെ പള്ളി പോയി. ഞാനിപ്പോ കണ്ടതില്ല. പള്ളി പോയമ്മ. പുള്ളി പോയാ? പള്ളി പോകുന്ന അങ്ങനെ ഒന്നും പറയണ്ട. യവനെ പറഞ്ഞാ മതിയല്ലോ. യവന്റെ കൂടെ പഠിച്ച ചെറുക്കനാ. ഇവിടെ വരിയും പോവിയൊക്കെ ചെയ്ത ചെറുക്കനാ. ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ. ഒന്നും അറിയാൻ വയ്യാത്ത പ്രായത്തിൽ അവൻ ഇവിടെ വന്ന് നിന്നും കുടിച്ച് നടന്ന അവളെ അടിച്ചോണ്ടൊക്കെ പോയി. അതാരടാ? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭയ. ഞാൻ അതൊക്കെ മറക്കാൻ നോക്കുകയാണ്. വെറുതെ വീണ്ടും അത് ഓർമ്മിപ്പിക്കല്. നീ അത് കഴി. എനിക്ക് മതി. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. ഇത് മതിയമ്മേ. ഇത്രയും വർഷം കഴിഞ്ഞ അവ എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ എന്നെ കുക്കാരായിരിക്കും. അന്തോണീസ് മുന്നേള കാത്തോളനെ ഞാൻ ഒരു 50 കൂടി മെഴുതിരി കത്തിച്ചേക്കാം. ഒന്നുമില്ല തങ്കം, ഒന്നുമില്ല. ഇല്ല, ഒരു ക്ഷീണം, ഒരു ചെറിയൊരു ക്ഷീണം. ഇല്ല, അത് പെട്ടെന്ന് ഒരു ക്ഷീണം പോലെ. എന്താ മനുഷ്യനെ പേടിപ്പിക്കല്ലേ? എന്താന്ന് പറ. അല്ല, പേടിക്കാൻ ഒന്നുമില്ല. ഒരു ഉള്ളിലെ ഒരു ഭയം. എന്തോ എന്റെ ഉള്ളിനകത്തൊക്കെ ഒരു കാളലേ. ക്ലീറ്റോ ഭയം എഴുന്നേക്ക്, നമുക്ക് ആശുപത്രി പോകാം. തങ്കം, കുഴപ്പമില്ല. ഇച്ചിരി സമയം കിടക്കുമ്പോ അതങ്ങ് മാറിക്കോളും. കുഴപ്പമില്ലല്ലോ. ഇല്ല, ഞാൻ ഓടിപ്പോയി അമ്മയുടെ അടുത്ത് വെച്ച് മല്ലിപ്പൊടി എടുത്തിട്ട് വരാം. അല്ല, അത് എന്തിനാ മല്ലിപ്പൊടി? കറി വെക്കാൻ. ഇപ്പൊ എനിക്കിപ്പോ ഒന്നും വിശപ്പില്ല, ഒന്നും വേണമെന്നില്ല. നീ ഇവിടെ ഇരിക്കും. കൊച്ചിന് കൊടുക്കണ്ടേ ക്ലീറ്റോ? കൊച്ചിന് നമുക്ക് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. ക്ലീറ്റോന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ ഇവിടെ കിടക്ക്, ഞാൻ ഓടി വരാം. ഓ, കേട്ടാ? പിന്നെ എന്നെ ആരെങ്കിലും അന്വേഷിച്ചാലേ ഞാൻ സുഖമില്ലാണ്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ സുഖമില്ലാതെ കിടക്കല്ലേ. വെള്ളം തിന്നു വേണോ? ഒന്നും വേണ്ട. എന്നാ കിടന്നോ, ഓടി വരാട്ടാ. എന്നാണോ അവന്റെ ദൈവമേ, ഒന്ന് തരുമ്പോ ഒന്ന്. തങ്കം, അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കണമെന്ന് പറയണ്ട. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാലും മതി കേട്ടോ. അമ്മേ, ഇച്ചിരി മല്ലി. സൂക്ഷിച്ചു നോക്ക്. അയ്യോ, അന്ന് തങ്കം 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞാൻ കണ്ടത്. അന്ന് ഈർക്കില് പോലെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ പിന്നെ തടിച്ചു കൊഴുത്ത് കറുത്തു പോയി. അതിപ്പോ ജീവിതത്തിൽ സന്തോഷം വരും. ആരായാലും തടിക്കില്ലേ? നീയും തടിച്ചില്ലേ ഇപ്പൊ? ആരാടാ ഇത്? ഇത് എന്റെ ഒരു കൂട്ടുകാരനാണ്. പിന്നെ ഗൾഫിലാണ്. പിന്നെ കാണാൻ വേണ്ടി വന്നതാ. ഗൾഫിലാ? ഗൾഫില്. അപ്പൊ നാട്ടിലെവിടെയാ? നാട്ടിൽ കരുനാപ്പില്ല. അത് ശരി. ഭാര്യ മക്കളൊക്കെയോ? ഭാര്യ പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങ് ഗൾഫിലാ. അത് ശരി. അല്ല, അപ്പൊ എന്നെ ഓർക്കുന്നില്ലേ? അല്ല, ഞാനും യവനും നമ്മുടെ ചത്തുപോയ ക്ലീറ്റസ് അല്ലേ, ഞങ്ങൾ 3 പേരോടെ അല്ലേ ആശുപത്രി കിടക്കുമ്പോൾ ഞങ്ങൾ വന്ന് കണ്ടത്. അതാരാടാ? ചത്തുപോയ ക്ലീറ്റസ്. അത് മറ്റേ ചവറയിലെ ക്ലീറ്റസ്. മറ്റേ ക്ലീറ്റസ് ചവറല്ലേ? മറ്റേ ക്ലീറ്റസ് ഇല്ലേ? വേറൊരു ക്ലീറ്റസ് ഇല്ലേ? അതങ്ങനാ.
നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ചാത്തു. 10-15 കൊല്ലം മുമ്പുള്ള കാര്യം എന്നോട് ഇപ്പൊ ചോദിച്ചിട്ട് നീ ഇതെന്താ സാധനം? മല്ലിപ്പൊടിയുടെ പാത്രം. മല്ലിപ്പൊടി അമ്മയ്ക്ക് കൊടുക്കാനാ? ആ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനല്ലേ? ആ വാങ്ങിച്ചോ ചെല്ല്. പോരാട്ടാ. അല്ല കനക, അമ്മേ അപ്പൊ 2 ഗ്ലീറ്റസോ? ആ 2 ഗ്ലീറ്റേഴ്സ്. അതെന്താ അതെങ്ങനെ വരുന്നത്? അതെന്താ വരാത്തത്? എന്നെ കോമ്പസ് കൊണ്ട് കുത്തിയ ഒരു ഗ്ലീറ്റസ് ആ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ അവനെ എനിക്കറിയാം. അറിയാം. ആ പിന്നെ ഏതാ ഗ്ലീറ്റസ്? പിന്നെ അടുത്ത ഗ്ലീറ്റേഴ്സ് ചവറയിന്ന് വരുന്ന ഗ്ലീറ്റേഴ്സ്. ചവറന്ന് വരുന്ന ഒരുത്തനെ പറ്റി എനിക്ക് ഓർമ്മയില്ല. അവനാണ് ഏത്തത്. അവൻ ഇപ്പൊ എവിടെയാണ് എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചവറയിന്ന് വരുന്ന ഗ്ലീറ്റേഴ്സിനെ പറ്റി എനിക്ക് യാതൊരു പിടിയില്ല. അപ്പൊ എന്നെ കുത്തിയ ഗ്ലീറ്റസോ? ആ ഗ്ലീറ്റേഴ്സ് മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ ഞാൻ എന്നോട്? എന്നെ കുത്തിയ ഗ്ലീറ്റസോ? ആ ഒരു ഗ്ലീറ്റേഴ്സ് ചത്തുപോയെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ 2 ഗ്ലീറ്റേഴ്സ് അല്ലേ? അതിലൊരു ഗ്ലീറ്റേഴ്സ് തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് ചത്തുപോയി. ലാവിന്റെ വെളിയിൽ. ലാവിന്റെ മുകളിൽ നിന്ന് വീണ് ചത്തുപോയി. ലാവായാലും തെങ്ങായാലും ഒക്കെ ഒന്നല്ലേ? ആ ഗ്ലീറ്റേഴ്സ് പോയി. മറ്റേ ഗ്ലീറ്റേഴ്സ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ, അതിൽ എന്നെ കുത്തി ഗ്ലീറ്റസ്. എന്നെ കുത്ത ഗ്ലീറ്റേഴ്സ് നിനക്ക് ഓർമ്മയില്ലേ? നിനക്ക് ക്ലീറ്റസ് ഏതാന്ന് അറിയില്ല, ടൈറ്റസ് ഏതാന്ന് അറിയില്ല. നിനക്ക് എന്താ പ്രശ്നം ഉണ്ടായെന്ന് അറിയാവാ? ഈ ടൈറ്റസും ഗ്ലീറ്റസും കൂടെ മിക്സ് ആയി പോയി. ഇല്ലില്ല. അത് തന്നെ അങ്ങനല്ലല്ലോ. ഏടേ ആ നീളത്തിലുള്ള ക്ലീറ്റസ് ഇല്ലേ? അതേ ഉയരമില്ലാതെ ഇല്ലേ? കുറിയ ഗ്ലീറ്റസ് ഇച്ചിരി പൊക്കമുണ്ട്. മെല്ലിച്ച ഗ്ലീറ്റസ് ഇല്ലേ? അയാളല്ലേ എന്നെ കുത്തിയത്? അയാളാണോ ചവറയിന്ന് വരുന്നത്? അയാളല്ലേ നിന്നെ കുത്തിയത്? ആണ്. വരുന്ന ഗ്ലീറ്റസ് വേറെ ഗ്ലീറ്റസ്. ആരപ്പ ചത്തുപോയത്? ചത്തുപോയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നും അങ്ങോട്ട് പറയാം. ഇത്രയും ഞാൻ തെളിച്ച് പറയണത് നിനക്ക് മനസ്സിലായില്ലേ? എന്തായി കൂട്ടുകാരന് ചായയൊക്കെ കൊടുത്താ? ചായയൊക്കെ കൊടുത്തു. പുള്ളിക്ക് പോകാൻ ധൃതിയുണ്ടെന്ന്, പെട്ടെന്ന് പോണം. അയ്യോ അതെന്താ അത്? അല്ല എങ്ങനെയാ നിങ്ങൾ ശരിക്കും പരിചയം എങ്ങനെയാ? അതെ, തങ്കം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അതേ സ്കൂളിൽ 10 ബി ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. ഒരേ ക്ലാസ്. 10 ബിയിലോ? 10 ബിയിലോ? നീ ഇത് കൊണ്ടുകൊടുക്കുന്നുണ്ടോ? പൊക്കോണ്ട് ഇവിടെ 10 ബിയിൽ പഠിച്ചതാണ്. അപ്പൊ എന്റെ ഭർത്താവിന് അറിയില്ലേ? പേരെന്തോ? ക്ലീറ്റോ. ക്ലീറ്റോ നിനക്ക് ഓർമ്മയില്ലേ? മെല്ലിച്ച് നല്ല നീളത്തിൽ മെല്ലിച്ച്. അയ്യോ ശരിക്കും പേര് ക്ലീറ്റോ എന്നല്ല, അതാ ഓർക്കാത്തത്. ശരിക്കും പേര് ക്ലീറ്റസ് എന്നാ. ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാ ക്ലീറ്റോ എന്ന്. പോണേന് മുമ്പ് വീട്ടിലോട്ട് വന്നോട്ടാ ക്ലീറ്റോന്നൊന്ന് കാണാലോ. സുഖമില്ലാതെ കിടക്കുക, തല ഇറക്കാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പൊ 3 ഗ്ലീറ്റസോ? 3 ഗ്ലീറ്റസ്. അതിനെന്താ കുഴപ്പം? ഒരു പേരിൽ എത്ര ഗ്ലീറ്റസ്മാരുണ്ടാവും? അല്ല അത് കാണൂടാ. ചത്തുപോയ ഗ്ലീറ്റസ് അപ്പൊ ആയത് ആരാ? ചത്തുപോയ ഗ്ലീറ്റസ് നീ ആദ്യം പറഞ്ഞ ഗ്ലീറ്റസ്. പിന്നെ ചവറയിന്ന് വരുന്ന ഗ്ലീറ്റസ് ആരാ? അത് വേറെ ഗ്ലീറ്റസ്. ഞാൻ ഏതായാലും ഈ ഗ്ലീറ്റസിനെ ഒന്ന് കാണാൻ പോവാ. ഈ ഗ്ലീറ്റസ് നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഓർമ്മയില്ല പിന്നെ വിട്ടൂടെ? അല്ല എടാ, അമ്മ പറഞ്ഞില്ലേ അങ്ങനെ ജോലി വല്ല ഒപ്പിച്ചു കൊടുക്കും. അങ്ങനെ ജോലി ഒന്നും ഒപ്പിച്ചു കൊടുക്കുന്ന വേണ്ട, അതൊന്നും ശരിയാവില്ല. അല്ല അത് ഏതായാലും ഒന്ന് കണ്ടിട്ട് പോയി. ഞാൻ ഇതൊക്കെ മറന്നു കിടക്കണ കാര്യങ്ങളാണ്. എന്നെ വീണ്ടും അത് ഓർമ്മിപ്പിക്കാതിരിക്കാൻ. നിനക്കെന്താ ഇത്രയും തടസ്സം? ഞാനൊന്ന് പോയിട്ട് വരാം. എന്നാ നിക്ക്, നിന്നോട് സത്യം ഞാൻ പറയാം. അവനവിടെ തലതിരിഞ്ഞ് കിടക്കുകയാണെന്ന് അവള് വെറുതെ പറഞ്ഞതാ. അവന് ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ്. ഓ അത് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കഴിഞ്ഞ വർഷം വന്നാ, അതുകൊണ്ട് ഇനി പിടിക്കത്തില്ല. ഇനി പിടിക്കില്ലേ? ഇല്ല. ഞാൻ ഏതായാലും ഒന്ന് കണ്ടിട്ട് വരാം. എന്താ പിന്നെ നീ ചെല്ല്. കണ്ടിട്ട് വരാം. ഓ നീ വരാനുള്ളത് വരട്ടെ. വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. നിങ്ങളിവിടെ 10 ബിയിൽ പഠിച്ചൊരു ചേട്ടൻ വന്നിരിക്കുന്ന കനകന്റെ അടുത്ത്. അവൻ പോയോ? അപ്പൊ നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞല്ലോ. നമുക്ക് പോയി കണ്ടിട്ട് വരാം. എന്തിന്? ഒന്നിച്ച് പഠിച്ചതല്ലേ നിങ്ങള്? സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ എങ്ങനെയാണ് അങ്ങോട്ട് പോയി കാണണേ? ആ സാരമില്ല, ഞാൻ പിടിച്ചോളാം. അല്ല, നിന്റെ കയ്യിൽ ഞാൻ നിൽക്കില്ല. ഞാൻ ചിലപ്പോ വീണ് കാലിന് ബലമില്ല എന്റെ. അയ്യേ മോശമാണ് ക്ലീറ്റോ ഒരാള് വീട്ടിൽ വന്നിട്ട് കാണാതിരിക്കുന്നത്. എന്തോടി ഇത്ര മോശം? സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾ അങ്ങനെ എങ്ങനെ എഴുന്നേറ്റ് പോകും? ഇതെന്തോന്ന് അസുഖം? ഇത്ര നേരം ഇല്ലാതിരുന്നൊരു അസുഖം. എന്റെ വയ്യായി എനിക്കല്ലേ അറിയൂ, നിനക്കറിയില്ലല്ലോ. ക്ലീറ്റോ കളിക്കരുത്. അയാൾ ഗൾഫിലാണ്. എന്തെങ്കിലും ജോലി റെഡിയാക്കി തരും. എനിക്ക് അവന്റെ ജോലി വേണ്ട. ഇവിടെ തന്നെ എനിക്ക് ഇപ്പൊ ഇഷ്ടംപോലെ ജോലിയുണ്ട്. കാണ്ടെങ്കിൽ കാണ്ട, എന്റെ കൂടെ പഠിച്ച ആളല്ലല്ലോ. അയ്യോ ക്ലീറ്റസിന് എങ്ങനെയുണ്ട്? അയ്യോ തീരെ വയ്യ, കിടക്കുവാ ക്ലീറ്റോ. എപ്പോഴാ പൊങ്ങിയത്? എന്ത് ചിക്കൻ ബോക്സ്? എനിക്ക് ക്ലീറ്റോന് ചിക്കൻ ബോക്സ് ഇല്ല. എന്നോട് കള്ളം പറയൊന്നും വേണ്ട. എനിക്ക് കഴിഞ്ഞ വർഷവും ചിക്കൻ ബോക്സ് വന്നതാ. അതുകൊണ്ട് ഇനി പടരത്തില്ല. അല്ല ക്ലീറ്റോന് ചിക്കൻ ബോക്സ് അല്ല. ചുമ്മാ കള്ളം പറയല്ലേ. അയ്യോ തല കറങ്ങി കിടക്കണതാ. എന്നിട്ട് കനകൻ എങ്ങനെയല്ലോ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ചിക്കൻ ബോക്സ് ആന്ന് പറഞ്ഞു. കനകൻ പറഞ്ഞു. വാ ചേട്ടൻ വാ, അവിടെയാ കിടക്കുന്നത്. ക്ലീറ്റോ
ക്ലീറ്റോ അവൻ പോയോടി പോയോ? പിന്നെ എന്നോട് ക്ഷമിക്കണം. അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയ അപരാധമാണ്. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പാവാ. നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. ഇവിടെ എന്താ വെച്ചാ? ഇവളുടെ ഭർത്താവ് ഞാനാ. അത് ശരി. നിന്നെ ഞാനിങ്ങനെ തിരക്കി നടക്കുകയായിരുന്നു. സത്യത്തിലും ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എന്നോട് പൊറുക്കൂലേ നീ? എന്നെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. ഇത് ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർമ്മയുണ്ട്. എന്റെ ഭാര്യ വിധവയാക്കരുത്. എന്താ 10ാം ക്ലാസ്സില് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അന്ന് അവൻ കോമ്പസിന് എന്റെ കയ്യിൽ ഒരു കുത്തി വരച്ച്. മനഃപൂർവ്വം അല്ല. അല്ല, അറിയാതെ ചെയ്തതായിരിക്കും. സത്യം. എന്നോട് ക്ഷമിക്കില്ലടാ നീ. എടാ ഞാനേ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എത്ര കാലമായിട്ട് നിന്നെ തിരക്കി കിടക്കുന്നറിയാവോ? ഞാൻ ആദ്യം കനകനെ കാണാൻ ചെന്നു. അപ്പൊ അവൻ പറഞ്ഞു നീ ചത്തുപോയെന്ന്. ചത്തുപോയെന്ന് പറഞ്ഞു. ഞാനോ? ആ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്തിനാ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് നമ്മുടെ കൂടെ 2 പേരുണ്ടായിരുന്നു. ആര്? നിന്റെ പേരിലുള്ളവര്. ക്ലീറ്റസ് ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അല്ല, ചവറക്കാരൻ ഒരാളില്ലായിരുന്നോ? ചവറയില് ക്ലീറ്റസ് ഇല്ലല്ലോ. ഇല്ലല്ലോ. പിന്നെ അവൻ എന്താ അങ്ങനെ പറഞ്ഞത്? അവൻ അങ്ങനെ പറയും. ഞാനും അവനായിട്ട് അത്ര ഇതല്ല. ആണോ? അതാ നീ ചത്തവാന്ന് പറഞ്ഞത്. അവൻ അങ്ങനെ പറയും. അവനോട് ഭയങ്കര വിരോധമുണ്ട്. അപ്പൊ എനിക്കൊരു സങ്കടമായി പോയി. നിന്നെ ഒന്ന് കാണണമെന്ന് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. വേറെ പ്രതികാരം ചെയ്യാനൊന്നും അല്ല. അല്ല അല്ല, നിന്നോടൊരു നന്ദി പറയാനാ. നന്ദി പറയാനാ? നന്ദി പറയാൻ. എന്തിന്? എടാ, അത് അന്ന് നീ എന്നെ 10ാം ക്ലാസ് വെച്ച് കുത്തിയില്ലായിരുന്നു. കുത്തി കഴിഞ്ഞപ്പോഴേ എന്റെ അച്ഛൻ പറഞ്ഞു നാളെ പോലും നീ ഇനി സ്കൂളിൽ പോകണ്ട, കണ്ടവരുടെ കുത്തു വാങ്ങിക്കാനായിട്ട്. നിന്നെ 2 വർഷം കഴിഞ്ഞ് ഞാനങ്ങ് ഗൾഫിന് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷം കഴിയുമ്പോൾ 10 മിനിറ്റ് വയസ്സായപ്പോ ഞാൻ അന്നേ അങ്ങ് ഗൾഫിന് പോയി. അവിടെ അത്യാവശ്യം ബിസിനസ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നീ രക്ഷപ്പെട്ടാ? അപ്പൊ രക്ഷപ്പെട്ടു. ഇതാരെന്നറിയാമോ? ഞാൻ രക്ഷപ്പെടുത്തിയ ഒരാളാ. സത്യം പറഞ്ഞ എനിക്കിപ്പോ സന്തോഷമായി. അല്ല, നിനക്ക് അവിടെ എന്തോടാ പണി എന്ന് പറഞ്ഞേ? എനിക്കവിടെ ഹോട്ടൽ ബിസിനസ് അല്ലയോ? ഇനിയാണ് എനിക്കൊന്ന് ഗൾഫ് കാണാം. നിനക്ക് ഞാൻ വിസ അയച്ചു തരാം. നീ എന്ത് പണിയാടാ കാണിച്ചത്? അഭയ, നിങ്ങൾ തമ്മിലപ്പോ പ്രശ്നമൊന്നുമില്ലേ? ഞങ്ങളെ തമ്മിൽ എന്താ പ്രശ്നം? അല്ല, ഈ ക്ലീറ്റസിന്റെ അളിയനാന്ന് എന്താ എന്നോട് പറയായിരുന്നത്? അല്ല, അതെ, ഞാൻ തെറ്റിദ്ധരിച്ചു. എന്തോ ഞാൻ എന്റെ അളിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാ. അല്ല, എന്നാലും പച്ച ജീവനത്തോടെ നിൽക്കുന്നവൻ ചത്തുപോയെന്ന് നീ എന്നോട് കള്ളം പറയണ്ടായിരുന്നു. അല്ല, ആ കോമ്പസോടുള്ള കുത്തിനെ പ്രതികാരം തീർക്കാൻ തിരിച്ചു കുത്താൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചു. അതൊക്കെ എന്തോ കുത്ത്. യവൻ നിനക്കിട്ട് കുത്തിയല്ലേ കുത്ത്. ഞാൻ എപ്പോഴും കുത്തി. എടാ, 24 മണിക്കൂർ അവന്റെ കൂടെ നടന്നിട്ട് ഇവന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവന്റെ പെങ്ങളെ അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ? അതല്ലേ കുത്ത്. ഒരു 1.5 കുത്ത്. വളരെ കറക്റ്റ്. Versus Alien.